I'm Hasna. Welcome to my channel. Today I'm dealing with 4th chapter of 4th module. This is about assignment method. Assignment method എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ പരിചയം എന്തെങ്കിലും ഒരു ടോപ്പിക്ക് ടീച്ചർ തരും, അതിനെപ്പറ്റി അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യണമെന്ന് പറയും. നമ്മൾ അതിനെപ്പറ്റി അന്വേഷിക്കും. ചിലപ്പോൾ നമ്മൾ ആരുടെയെങ്കിലും നോക്കി എഴുതും, ചിലപ്പോൾ അതിനെപ്പറ്റി ഇൻ്റർനെറ്റിൽ നമ്മൾ അതിനെപ്പറ്റി സെർച്ച് ചെയ്യും. ചിലർ അതുപോലെ എഴുതി വെക്കും, ചിലർ കുറച്ചൊക്കെ മാറ്റം വരുത്തും, ചിലർ വളരെ സത്യസന്ധമായിട്ട് ഇതിനെപ്പറ്റി അന്വേഷിച്ച് അതേ ഫോർമാറ്റിൽ എഴുതി ഡെഡ് ലൈൻ കഴിയുന്നതിന് മുമ്പ് സബ്മിറ്റ് ചെയ്യും. ഇതാണ് അസൈൻമെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് റിട്ടൺ അല്ലാത്ത തരത്തിലുള്ള അസൈൻമെൻറ്റ്സും ഉണ്ട്. ഏതായാലും നമുക്കതിനെപ്പറ്റി കൂടുതൽ നോക്കാം. സോ ഒരു മീനിങ് ആയിട്ടുള്ള ലേണിംഗ് നടക്കുന്നത് കുട്ടികൾ തന്നെ മുൻകൈ എടുത്ത് ആക്റ്റീവായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ്. സോ അവിടെ ഒരു നോളജ് കൺസ്ട്രക്ഷൻ ഉണ്ടാവണം, കോൺവെർസേഷൻ ഉണ്ടാവണം, കൊളാബറേഷൻ ഉണ്ടാവണം മറ്റു കുട്ടികളുമായിട്ട്, പിന്നെ റിഫ്ലക്ഷൻ അവർ തന്നെ മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നതായിരിക്കണം. ദെൻ ഒതൻറ്റിക് ലേണിംഗ് കോണ്ടെക്സ്റ്റും വേണം. ഓക്കെ, സോ അസൈൻമെൻറ്റ് മെത്തേഡ് പറയുന്നത് അങ്ങനെ ഒരു ലേണിംഗ് ഔട്ട്കം ഉണ്ടാക്കുന്നതാണ്. ഇതൊരു സ്റ്റുഡൻറ് സെൻറ്റേർഡ് ആയിട്ടുള്ള ഗൈഡഡ് ലേണിംഗ് മെത്തേഡാണ്. ഇതുകൊണ്ടുണ്ടാകുന്നൊരു നേട്ടം എന്താണെന്ന് വെച്ചാൽ സെൽഫ് ലേണിങ്ങിന് നമ്മളെ പര്യാപ്തമാക്കും. പിന്നെ അതുപോലെ എഴുതുക, അത് സബ്മിറ്റ് ചെയ്യുക, നമ്മുടെ ആ ഒരു പ്രിപ്പറേഷൻ സ്കിൽ അതിൽ കാണാൻ പറ്റും. പിന്നെ അതുപോലെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തിങ്കിങ്ങിനെ അത് ഹെൽപ്പ് ചെയ്യും. ഇതൊരു കോമൺ ആൻഡ് എഫക്റ്റീവ് ടീച്ചിങ് ലേണിംഗ് മെത്തേഡാണ്. ഇനി അതെന്താണെന്ന് ചോദിച്ചാൽ ഇത് കുട്ടികളെ ഇൻഡിപെൻഡൻ്റ്ലി അക്കാഡമിക് ആയിട്ടുള്ള കോമ്പിറ്റൻസീസ് ഒക്കെ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അവർക്ക് സ്വന്തമായിട്ട് എന്തും ചെയ്യാൻ പറ്റും, എന്തും നോളജ് സീക്കിങ്ങിന് ഏത് വഴിയും എനിക്ക് സ്വീകരിക്കാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ഈ ഒരു മെത്തേഡിലൂടെ അവർക്ക് കിട്ടുന്നുണ്ട്. ഇത് ഇൻഡിവിജ്വൽ ആവാം, ഗ്രൂപ്പായിട്ടാവാം. ഇതിൽ ഇൻഫർമേഷൻ സീക്കിങ്ങും റിട്രീവലും വരുന്നുണ്ട്. നമ്മളത് ഓരോ ഇൻഫോ തേടി പോകുന്നു, പിന്നെ അതുപോലെ തന്നെ അത് റിട്രീവലും ചെയ്യുന്നു. പിന്നെ അത് നമ്മൾ നന്നായിട്ട് അനാലിസിസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ലേണിംഗ് ഫ്രം വേരിയസ് സോഴ്സസ്, അതിനെപ്പറ്റി നമ്മൾ പല സോഴ്സസ് നിന്നും അന്വേഷിക്കും. ഓക്കെ, ഇതിനൊരു ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഗൈഡഡ് ലേണിംഗ് ആണ്. ടീച്ചേഴ്സിൻ്റെ ഗൈഡൻസ് ഉണ്ടാവും. ടീച്ചറാണ് നമുക്ക് അസൈൻമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് തരുന്നത്. സ്റ്റുഡൻസ് അത് ഡിഫറെൻറ്റ് സോഴ്സസ് വെച്ച് കംപ്ലീറ്റ് ചെയ്യും. പിന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്ത ആ ഒരു അസൈൻമെൻറ്റ് ടീച്ചർ ഇവാലുവേറ്റ് ചെയ്ത് നമുക്ക് ഫീഡ്ബാക്ക് കിട്ടും. ഓക്കെ, ഇതാണ് ഒരു പിക്ചോറിയൽ വ്യൂ ഓഫ് അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ടീച്ചർ അസൈൻമെൻറ്റ് തരുന്നു, കുട്ടി അത് കംപ്ലീറ്റ് ആക്കി സബ്മിറ്റ് ചെയ്യുന്നു, ടീച്ചർ അത് അസസ് ചെയ്യുന്നു, എന്നിട്ട് സ്റ്റുഡൻ്റ് ആ അസസ് ചെയ്ത അസൈൻമെൻറ്റിനെ നോക്കുന്നു. ഓക്കെ, സോ ഇതൊന്ന് ജസ്റ്റ് നിങ്ങൾ നോക്കുക. ദെൻ അസൈൻമെൻറ്റിൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ ഐഡിയാസ് നമ്മുടെ വേർഡ്സിൽ തന്നെ എക്സ്പ്രസ് ചെയ്യുക. പിന്നെ അതുപോലെ കൺസെപ്റ്റുകൾ നന്നായിട്ട് അനലൈസ് ചെയ്ത് അപ്ലൈ ചെയ്യുക. പിന്നെ അതുപോലെ ഓരോരോ പെർസ്പെക്റ്റീവ്സ് ഉണ്ടാവും, POV, അത് നമ്മൾ നന്നായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക. പുതിയ ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള സ്കിൽസും ഡെവലപ്പ് ചെയ്യാൻ ഇവിടെ ചാൻസസ് ഉണ്ട്. പിന്നെ അതുപോലെ ഇൻഡെപ്ത് നോളജ് സ്കിൽസ് അപ്ലൈ ചെയ്യുക. റൈറ്റിങ്ങും ഓറൽ സ്കിൽസും ഒക്കെ ഇമ്പ്രൂവ് ആവും. പിന്നെ അതുപോലെ ക്രിട്ടിക്കൽ തിങ്കിങ് ഇമ്പ്രൂവ് ആവും, പ്രാക്ടിക്കൽ സ്കിൽസ് ഇമ്പ്രൂവ് ആവും. പിന്നെ അസസ്മെൻറ്റിനും ഫീഡ്ബാക്കിനും ഒക്കെ ഇത് വളരെ യൂസ്ഫുൾ ആണ്. പിന്നെ അതുപോലെ ടൈപ്സ് ഓഫ് അസൈൻമെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു, റിട്ടേൺ അസൈൻമെൻറ്റ് അല്ലാതെ പലതരത്തിലുള്ള അസൈൻമെൻറ്റ്സ് ഉണ്ട്. ഒരു പ്ലേസിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ അതിന് ഹോം അസൈൻമെൻറ്റ്സ് ഉണ്ട്, ക്ലാസ് റൂം അസൈൻമെൻറ്റ്. വീട്ടിലേക്ക് നമുക്ക് പറഞ്ഞു വിടും അവർ എന്തെങ്കിലും ഒരു ഇത് തന്നിട്ട്, അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് അതിനെപ്പറ്റി അന്വേഷിച്ച് കണ്ടുപിടിക്കുക. പിന്നെ അതുപോലെ അത് നമ്മുടെ ടോപ്പിക് ഒന്നും കൂടി സ്ട്രെങ്തൻ ചെയ്യാൻ കാരണമാവും. അപ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെ ഫീഡ്ബാക്ക് കിട്ടും. പിന്നെ അത് ക്ലാസ് റൂം അസൈൻമെൻറ്റ് പറയുമ്പോൾ നമ്മൾ ക്ലാസ് റൂമിൽ നിന്ന് തന്നെ ചെയ്യുന്നതാണ്. ദെൻ ബേസ്ഡ് ഓൺ പേർപ്പസ് വരുന്നത് എസ്സേ ടൈപ്പ് ഉണ്ടാവും. അതായത് ഓരോന്നിനും ഓരോ പേർപ്പസ് ഉണ്ടാവും. അതായത് എസ്സേ ടൈപ്പ് തരുമ്പോൾ അവർ പറയും ഇത്ര വേർഡ്സിൽ എഴുതണം എന്നൊക്കെ പറയും. അപ്പോൾ ആ ഒരു സ്പീഡിൻ്റെ ഒരു എബിലിറ്റി, പിന്നെ അതുപോലെ നമ്മുടെ എഴുതാനുള്ള എബിലിറ്റി, നമ്മുടെ ക്രിയേറ്റിവിറ്റി എത്രത്തോളം ഇന്ന സമയത്തിനുള്ള നമുക്ക് എഴുതാൻ പറ്റും. ഓരോ അസൈൻമെൻറ്റ് തരുന്നതിലും നമുക്കൊരു പേർപ്പസ് ഉണ്ടാകും അതിന് പിറകിൽ. അതാണ് ബേസ്ഡ് ഓൺ പേർപ്പസ് വരുന്നത്. പേപ്പർ ഒരു ആർട്ടിക്കിൾ ഓറൽ പ്രസൻറ്റേഷനൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ഓറൽ സ്കിൽസാണ് അവിടെ പേർപ്പസ് എന്ന് പറയുന്നത്. പിന്നെ കേസ് സ്റ്റഡി, അസൈൻമെൻറ്റ്, ലബോറട്ടറി, അതൊക്കെ ഓരോന്നിനും പിറകിലും ഓരോ പേർപ്പസ് ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ ബേസ്ഡ് ഓൺ നമ്പർ നോക്കുകയാണെങ്കിൽ ഇൻഡിവിജ്വൽ അസൈൻമെൻറ്റ്, ഓരോരുത്തർക്ക് കിട്ടുന്ന അസൈൻമെൻറ്റ് ഉണ്ട്, ഗ്രൂപ്പായിട്ട് കിട്ടുന്ന അസൈൻമെൻറ്റ് ഉണ്ട്. ഇനി നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. ടൈപ്സ് ഓഫ് അസൈൻമെൻറ്റ് ബേസ്ഡ് ഓൺ പ്ലേസ് ഓഫ് എക്സിക്യൂഷൻ, അതിൽ
ഹോം അസൈൻമെൻറ്റ് പറയുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഓരോ റെഫറൻസ് ഒക്കെ വെച്ച് ചെയ്യുന്നതാണ്. അത് നമ്മുടെ പ്രാക്ടീസും അതുപോലെ ടോപ്പിക് ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാനും ഉപകാരമാവും. പിന്നെ അതുപോലെ ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യും. നമ്മുടെ പ്രയർ ലേണിങ്ങും ചെക്ക് ചെയ്തുകൊണ്ടായിരിക്കും മുന്നോട്ട് പോവുക. പിന്നെ അതുപോലെ ക്ലാസ് റൂം അസൈൻമെൻ്റ് ആണെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ നിന്നാണ് കംപ്ലീറ്റ് ചെയ്യുക. യൂസ്ഡ് ബിഫോർ കോംപ്ലക്സ് ടോപ്പിക്സ് ഓർ എക്സ്പെരിമെൻറ്റ്സ്. അതായത് ടീച്ചേഴ്സ് ഒരു ടോപ്പിക്ക് പഠിപ്പിക്കാൻ തുടങ്ങുകയാണ്, പക്ഷെ അതൊരു കോംപ്ലക്സ് ആണ്. നമുക്ക് അതൊന്നുകൂടി ഈസി ആക്കി തരാൻ വേണ്ടിയിട്ട് ഒരു ക്ലാസ് റൂം അസൈൻമെൻറ്റ് പ്രയറായിട്ട് നമുക്ക് കിട്ടിയിരിക്കാം. പിന്നെ അതുപോലെ ടീച്ചറിനെ തന്നെ അത് ഹെൽപ്പ് ചെയ്യും ടു പ്ലാൻ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ദെൻ ടെസ്റ്റ് ഇമ്മീഡിയറ്റ് നോളജ്. നമ്മുടെ ഇമ്മീഡിയറ്റ് നോളജ് ടെസ്റ്റ് ചെയ്യും. പിന്നെ അതുപോലെ ബേസ്ഡ് ഓൺ പേർപ്പസ് നോക്കുകയാണെങ്കിൽ എസ്സേ ടൈപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഓരോന്നിന് പിറകിലും ഓരോ പേർപ്പസ് ഉണ്ടാവും. നെക്സ്റ്റ് ഒരു ഇത് നോക്കുക. ഇതിൽ എസ്സേൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റിംഗ് സ്കില്ലിൻ്റെ ഡെവലപ്മെൻറ്റ്. പിന്നെ നെക്സ്റ്റ് ഇല്ല, ഓറൽ സ്കിൽ അതിലില്ല, അതിൽ ടിക്കറ്റ് ഇല്ല. പിന്നെ ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽ അതിൽ വരുന്നുണ്ട്. പെർഫോമിംഗ് പ്രാക്ടിക്കൽ ടാസ്ക് അത് എസ്സേയിലില്ല, പെർഫോമൻസ് ഇല്ലല്ലോ. പിന്നെ സിന്തസിസ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് നോളജ് അതുണ്ട്. ഇവാലുവേഷൻ ഓഫ് നോളജ് ഉണ്ട്. ഡെമോൺസ്ട്രേറ്റ് ഇൻ ഡെപ്ത് നോളജ്. ഓക്കെ, സോ ഓരോന്നും ഏതൊക്കെ ഭാഗത്ത് ടിക്കറ്റ് നോക്കുക. അപ്പോൾ ഓറൽ പ്രസൻറ്റേഷൻ നോക്കുകയാണെങ്കിൽ അത് റൈറ്റിംഗ് സ്കിൽസ് ഉണ്ടാവില്ല, പിന്നെ അതുപോലെ പെർഫോമൻസ് സ്കിൽസും ഉണ്ടാവില്ല. ഇൻഡെപ്ത് നോളജിൻ്റെ ആവശ്യമില്ല അവിടെ. ഓറൽ സ്കില്ല്, ക്രിട്ടിക്കൽ തിങ്കിങ്, പിന്നെ അതുപോലെ സിന്തസിസ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് നോളജ്, ഇവാലുവേഷൻ ഓഫ് നോളജ് അതാണ് വരുന്നത്. അങ്ങനെ ഓരോന്നും നിങ്ങൾ നോക്കുക. ഓരോന്നിൻ്റെയും പിറകിലെ പേർപ്പസ് എന്താണെന്നാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് സ്റ്റുഡൻസ് നോക്കാം. അത് ഇൻഡിവിജ്വൽ ഉണ്ട്, ഗ്രൂപ്പും ഉണ്ട് നമ്മൾ പറഞ്ഞിരുന്നു. ഇൻഡിവിജ്വൽ ആകുമ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യുന്നതായിരിക്കും. ഒന്നെങ്കിൽ കുട്ടികൾക്ക് എല്ലാവർക്കും സെയിം ടോപ്പിക് ആയിരിക്കും കിട്ടുക, എന്നിട്ട് ഓരോരുത്തരോട് ഒറ്റയ്ക്ക് ചെയ്യാൻ വരും. അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ഡിഫറെൻറ്റ് ടോപ്പിക്സ് കൊടുക്കും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, കോപ്പി ചെയ്യാണ്ടിരിക്കാൻ കാരണമാവും. ഓക്കെ, പിന്നെ നമ്മുടെ നോളജിൻ്റെ ഒരു ഡെപ്താണ് ഇതിൽ ടെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഗ്രൂപ്പ് അസൈൻമെൻ്റ് ആണെങ്കിൽ സ്മോൾ ഗ്രൂപ്പാക്കി മാറ്റിയിട്ടുണ്ടാകും ക്ലാസ് റൂമിനെ. സോ അതൊരു ടീം വർക്കിനെയും കമ്മ്യൂണിക്കേഷനെയും ക്രിട്ടിക്കൽ വർക്കിനെയും നോളജിൻ്റെ ഒരു സിന്തസിസിനെയൊക്കെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി ഒരു ഗുഡ് അസൈൻമെൻറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നോക്കുക. അതിന് പെഡഗോജിക്കൽ ഗോൾസ്, കുട്ടികൾക്ക് ഇമ്പാർട്ട് ചെയ്യേണ്ട കുറച്ച് ക്വാളിറ്റീസ്, കുറച്ച് ലേണിംഗ് ഔട്ട്കം ഉണ്ടാകും. അതൊക്കെ ഗോളൊക്കെ മീറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ അതിന് കറക്റ്റ് ഇൻസ്ട്രക്ഷൻ നമ്മൾ കൊടുക്കണം. ഇന്ന ടാസ്ക് ആണ് ചെയ്യാനുള്ളത്, ഇതിൽ എൻ്റെ റോൾ ഇങ്ങനെയാണ്, ഇന്ന ഫോർമാറ്റാണ് ചെയ്യേണ്ടത്, ഇതിൻ്റെ പ്രോസസ്സ് ഇതുപോലെ തന്നെ ചെയ്യണം, ഇതിൻ്റെ ഇവാലുവേഷൻ ക്രൈറ്റീരിയ എങ്ങനെയാണ്, അതിനനുസരിച്ച് മാർക്ക് ഇട്ട് തരൂ എന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻസ് അവിടെ കൊടുത്തിരിക്കണം. അത് പ്രിസൈസ് ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം. റെഫറൻസും ഗൈഡൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്യും. ദെൻ ഫർദർ ലേണിങ്ങിനെ എൻകറേജ് ചെയ്യും. ഇനി ഇവാലുവേഷൻ ടിപ്സ് എന്ന് പറയുമ്പോൾ ഓരോ സ്റ്റുഡൻറ്റിനെ നോക്കിയിട്ടല്ല നമ്മൾ ഇവാലുവേഷൻ ചെയ്യേണ്ടത്. ഇന്ന കുട്ടി ബാക്കിയുള്ളതിലൊക്കെ നല്ല മാർക്കുണ്ട്, ഇതിലും മാർക്ക് കൊടുത്തേ പറ്റൂ എന്ന് വിചാരിച്ചിട്ട് വെറുതെ മാർക്ക് ഇട്ട് കൊടുക്കരുത്. കണ്ടന്റിന് വേണം ഫോക്കസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ സ്പെസിഫിക് ആയിട്ടുള്ള ഫീഡ്ബാക്ക് കൊടുക്കണം, റിവിഷൻ ചെയ്യാൻ അവരെ അലോ ചെയ്യണം. പിന്നെ അതുപോലെ സെൽഫ് ഇവാലുവേഷനും അവരെ എൻകറേജ് ചെയ്യണം. ഇനി സ്റ്റെപ്സ് നോക്കാം. 6 സ്റ്റെപ്സ് ഉണ്ട് അസൈൻമെൻറ്റിന്. ഒന്ന് പ്ലാന്, പിന്നെ അസൈൻമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുക, പിന്നെ അതിൻ്റെ ഔട്ട്ലൈനും ഒരു മൈൻഡ് മാപ്പ് പ്ലാനും തയ്യാറാക്കിയിട്ട് നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. എന്നിട്ട് അത് വെച്ചിട്ട് അത് ഫോർമാറ്റിൽ നമ്മൾ അസൈൻമെൻറ്റ് എഴുതുന്നു, അവസാനം അത് ഫൈനലൈസ് ചെയ്യുന്നു. ഓക്കെ, ഇതൊക്കെയാണ് ടീച്ചേഴ്സിൻ്റെ റോൾസാണിത്. അപ്പോൾ ഓരോന്നും നമുക്ക് നോക്കാം. ഒന്ന് പ്ലാന്, പിന്നെ നമ്മൾ അതിൽ വെയിറ്റേജ് ചെക്ക് ചെയ്യും, ഇവാലുവേഷൻ ക്രൈറ്റീരിയ മനസ്സിലാക്കിയുകൊണ്ട് നമുക്ക് തന്ന ടാസ്കിനെ ചെറിയ ചെറിയ ടാസ്കുകളാക്കി മാറ്റുന്നു, ഓരോന്നിനും ഡെഡ് ലൈൻ വെക്കും. സോ പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യും. നമുക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ എന്താണുള്ളത്, അതിൻ്റെ മീനിങ്ങും മനസ്സിലാക്കും. സോ അതിലുള്ള ആക്ഷൻ വേർഡ്സ് നോക്കുക, എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്. ചിലപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിരിക്കും, ചിലപ്പോൾ അത് കമ്പയർ ചെയ്യുമ്പോൾ 2 വേരിയബിൾസ് ഉണ്ടായിരിക്കണം. കോൺട്രാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ തന്നെ. പിന്നെ അനലൈസ് ചെയ്യണം. അപ്പോൾ ആ ഒരു ആക്ഷൻ വേർഡ്സിലേക്ക് നോക്കുക, എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളത്. പിന്നെ നമ്മളൊരു മൈൻഡ് മാപ്പ് തയ്യാറാക്കുക, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുക. ഇൻട്രൊഡക്ഷനിൽ 10%, ഡിസ്കഷനിൽ 80%, കൺക്ലൂഷനിൽ 10%, അങ്ങനെ ഒരു മൈൻഡ് മാപ്പ് തയ്യാറാക്കുക, നമ്മൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. എന്നിട്ട് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാം, ടെക്സ്റ്റ് ബുക്കോ ലൈബ്രറിയോ ഇൻ്റർനെറ്റോ റീഡിങ്സോ ഒക്കെ നോക്കിക്കൊണ്ട് ദെൻ നമ്മൾ എഴുതുക. ഫസ്റ്റ് ഡ്രാഫ്റ്റ് റൈറ്റ് ഫ്രീലി, ആദ്യം നമ്മൾ ജസ്റ്റ് റഫായിട്ടൊന്ന് എഴുതി നോക്കുക. പിന്നെ നമ്മൾ എഡിറ്റ് ചെയ്ത് കണ്ടന്റിനെ അറേഞ്ച് ചെയ്ത് നന്നായിട്ട് എഴുതുക, റെഫറൻസസ് ഒക്കെ ആഡ് ചെയ്യുക. പിന്നെ അതുപോലെ ഫൈനലൈസ് ചെയ്യുക, അതായത് കൺക്ലൂഷൻ,
അതായത് റെലവൻസ് ഉണ്ടോ, പ്രോപ്പർ സ്ട്രക്ചറിലാണോ, കോഹറൻസ് ഉണ്ടോ, റെഫറൻസിങ് എഴുതുക, പിന്നെ ഗ്രാമർ ആൻഡ് നീറ്റ് പ്രസൻറ്റേഷൻ. ഓക്കെ, ദെൻ അസൈൻമെൻറ്റ്സിന് എക്സാമ്പിളാണ് ഇതൊക്കെ. അതായത് ഓരോ വിഷയങ്ങൾ ICT ഇൻ ക്ലാസ് റൂം, അത് ഒരു 800 വേർഡ്സിൽ ഇതാക്കി എസ്സേ എഴുതുക. പിന്നെ ഓൺലൈൻ ഐഡൻറ്റിറ്റി ചേഞ്ച്, അതൊരു ടോപ്പിക്കായിട്ട് കൊടുക്കുക, 2000 വേർഡ്സിൻ്റെ ഉള്ളിൽ എഴുതാൻ പറയാം. ഇൻഡസ്ട്രി വിസിറ്റ് റിപ്പോർട്ടിനെ പറ്റിയിട്ട് എഴുതാൻ പറയാം. ഡാറ്റ മൈനിങ് ഇൻ എഡ്യൂക്കേഷൻ, നമുക്ക് ഓരോ ക്ലാസ്സസിൽ നിന്ന് നമുക്ക് ഓരോ അസൈൻമെൻറ്റ് കിട്ടിയിട്ടുണ്ടാകും ഒരു ടോപ്പിക്ക് തന്നിട്ട് അല്ലേ. സോ ഇതൊക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് അതിൻ്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ ആക്റ്റീവായിട്ട് കുട്ടികൾ പാർട്ടിസിപ്പേഷൻ നടത്തും, സെൽഫ് ഡയറക്റ്റഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് ആണ്, സ്റ്റുഡൻറ് സെൻറ്റേർഡ് ആണല്ലോ. പിന്നെ അതുപോലെ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും, ഒരു ലേണിംഗ് പേസ്, അവരുടേതായിട്ടുള്ള പേസിന് അത് ചെയ്ത് തീർക്കും. കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും, എന്നെ കൊണ്ട് ഇതൊക്കെ പഠിച്ച് നേടാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവും. റിസർച്ച് ആൻഡ് തിങ്കിങ് സ്കില്ല് ഡെവലപ്പ് ചെയ്യും. പിന്നെ ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻ ആയിരിക്കും, ഓരോ കുട്ടികൾക്ക് ഓരോ ഇൻസ്ട്രക്ഷൻ കിട്ടും. ദെൻ ബെറ്റർ ഫീഡ്ബാക്കും സബ്ജക്റ്റ് നോളജും ഉണ്ടാവും. ദെൻ അതിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സിൻ്റെ ലിമിറ്റേഷൻ, അത് നമ്മുടെ സമയം നഷ്ടപ്പെടുത്തും. പിന്നെ ഓരോ ടാസ്കിനും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഡിസൈൻ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ പല സോഴ്സസും ആവശ്യമാണ്. ലാർജ് ക്ലാസ്സസിന് അത്ര സ്യൂട്ടബിൾ ആയിരിക്കില്ല, എക്സ്ട്രാ അറ്റൻഷൻ വേണ്ടി വരും സ്ലോ ആയിട്ടുള്ള ലേണേഴ്സിന്. പിന്നെ അതുപോലെ സ്റ്റുഡൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു ടൈം പ്രഷർ ഉണ്ടാവും അവർക്ക്. സ്കൂളിൽ ഇത്ര സമയം, വീട്ടിൽ എത്ര സമയം, പിന്നെ ട്യൂഷൻ ഉണ്ടെങ്കിൽ അത്, മദ്രസ ഉണ്ടെങ്കിൽ അത്, ഒരു ടൈം പ്രഷർ ഉണ്ടാവും. അതിനിടയിൽ ഇത് ചെയ്ത് തീർക്കുക എന്നുള്ള. പിന്നെ ഒരു ആങ്സൈറ്റി ഇഷ്യൂ ഉണ്ടാവാം. പിന്നെ ഒരു വീക്ക് ലേണേഴ്സൊക്കെ നല്ല പഠിക്കുന്ന കുട്ടികൾക്ക് കോപ്പി അടിക്കാം എന്നുള്ളൊരു ടെൻഡൻസി ഉണ്ടാവാം. പിന്നെ പ്രോജക്റ്റ് റിപ്പോർട്ട്സിനൊക്കെ ചിലപ്പോൾ കോസ്റ്റും ഉണ്ടായിരിക്കാം. പിന്നെ ഒരു ജനറലി പറയുകയാണെങ്കിൽ എല്ലാതരം ടോപ്പിക്സിനും അസൈൻമെൻറ്റ് നല്ലൊരു മെത്തേഡ് ആയിരിക്കില്ല. പിന്നെ സ്മോൾ ടീച്ചർ സ്റ്റുഡൻറ് റേഷ്യോ, അതായത് ഒരു കുട്ടിക്ക് ചിലപ്പോൾ ഒരു ടീച്ചർക്ക് ഒന്ന് മുതൽ ഒരു 12 അല്ലെങ്കിൽ 15 കുട്ടികളെ മാനേജ് ചെയ്യാൻ പറ്റുമായിരിക്കും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ. പക്ഷെ ലാർജ് ക്ലാസ് ആകുമ്പോൾ ആ ഒരു റേഷ്യോ മാനേജ് ചെയ്യേണ്ടതുണ്ട്. ദെൻ നീഡ്സ് കെയർഫുൾ ഇവാലുവേഷൻ, അതും ആവശ്യമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഇത് മീനിങ് ഫുൾ ആയിട്ടുള്ള ലേണിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതായത് റോട്ട് മെമ്മറൈസേഷനൊന്നും അല്ല, അത് ആക്റ്റീവ്ലി അവർ ഇൻവോൾവ് ആവുന്നതാണല്ലോ. സോ അവർ ആക്റ്റീവ് തിങ്കേഴ്സായും. ടീച്ചർ ഇവിടെ ഒരു ഫെസിലിറ്റേറ്റർ ആണ്, എല്ലാം അങ്ങനെ കാണാണ്ട് പഠിപ്പിച്ചു കൊടുക്കുകയല്ല, സ്പൂൺ ഫീഡിങ് അല്ല. പിന്നെ അതുപോലെ എയിൻസ്റ്റീൻ്റെ ഒരു ഐഡിയ ഉണ്ട്, അതായത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ട്രെയിനിങ് ദ മൈൻഡ് ടു തിങ്ക്. നമ്മൾ കുട്ടികളെ മൈൻഡിനെ ട്രെയിൻ ചെയ്യാണ് എന്തിന്, ഇന്ന രീതിക്കൊക്കെ ചിന്തിക്കാൻ വേണ്ടി. അതാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞൊരു ഐഡിയ. സോ അസൈൻമെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിനെ ട്രെയിൻ ചെയ്യും, നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഒന്ന് ബിൽഡ് ചെയ്യും, അതുപോലെ നമ്മുടെ തിങ്കിങ് സ്കില്ലും ഡെവലപ്പ് ആവും. ഓക്കെ, സോ ദീസ് ആർ ദ പോയിന്റ്സ്. If you like this content, please like and subscribe. This PPT file will be available in the Telegram link which is in the comment section. Okay, thank you.